Hi everyone, Vidhu here. ഈ നല്ല വൊക്കാബുലറിയോട് കൂടെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കാറുണ്ട്. ഈ ഇംഗ്ലീഷ് സംസാരിക്കൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വളരെ ഫണ്ണായിട്ട് വ്യത്യസ്തമായ ശൈലിയിൽ ഇംഗ്ലീഷ് ലേണിംഗ് സ്കില്ല് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നമ്മളുടെ ഇടയിൽ പ്രസൻറ്റ് ചെയ്ത് സൂസമ്മ ടോക്സിൻ്റെ സൂസൻ്റെയും താടിക്കാരൻ്റെയും ബേബിയുടെ ഷൂട്ടിന് വേണ്ടിയാണ് നമ്മളിന്ന് എത്തിയേക്കുന്നത്. സൂസമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തായിരുന്നു. വളരെ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ സൂസൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. പ്രൊഫൈൽ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ തന്നെ താടിക്കാരനാണ് നമ്മളെ വെൽക്കം ചെയ്തത്. സൂസൻ ബേബീനെ റെഡിയാക്കുന്നതായിട്ട് തിരക്കിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബേബീനെ ഫീഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് സൂസൻ പുറത്തു വന്നു. ഹെവൻലി എന്നാണ് ബേബിയുടെ പേര്. യെസ്, ഹെവൻലി സൂസൻ താടിക്കാരൻ. പേര് പോലെ തന്നെ വളരെ ഹെവൻലി ആയിട്ടുള്ള ക്യൂട്ട് ആൻഡ് ബബ്ലി ആയിട്ടുള്ള ബേബിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഷൂട്ടിന് വേണ്ടിയുള്ള ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബീനെ പതുക്കെ റാപ്പ് ചെയ്ത് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ്, നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, എന്താണോ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ആവശ്യമുള്ള ഒരു എലമെന്റ് എന്ന് മനസ്സിലാക്കാനും അത് കണക്ട് ചെയ്ത് അത് ഉടനെ സ്പോട്ടിൽ എത്തിക്കാനും പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ മേരി 3 ഇയേഴ്സിലേറെ ആയിട്ട് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ട്. LLB LLM ഒക്കെ കഴിഞ്ഞ് ഒരു സാലറീഡ് ജോബും വേണ്ടാന്ന് വെച്ചിട്ട് ഒരുപാട് ആളുകളെ ട്രാവൽ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ട് ലിവ് ചെയ്യാനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളും കൂടെയാണ് മേരി. താങ്ക് യു സോ മച്ച് മേരി. മേരിയുടെ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയും ഉള്ളതിൽ ഒരുപാട് സന്തോഷം. ബേബിനെ എടുത്ത് റാപ്പൊക്കെ ചെയ്ത് സെറ്റിൽ ചെയ്ത് നമ്മൾ പതുക്കെ ഷൂട്ടിലോട്ട് കിടക്കുകയാണ്. ഷൂട്ടിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ബേബിനെ എടുക്കുന്നതോടുകൂടെ പിന്നെ ഷൂട്ട് തീരുന്നത് വരെ ഇതൊരു സ്പിരിച്വൽ പ്രോസസ്സാണ്. ഒട്ടും റഷ് ചെയ്യാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പേസിൽ മാത്രമേ നമുക്ക് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ചെയ്യാനും മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനും പറ്റത്തുള്ളൂ. ബേബിനെ എടുത്ത് പതുക്കെ റാപ്പൊക്കെ ചെയ്ത് ഒന്ന് കാമാക്കി സെറ്റിൽ ചെയ്ത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വീട്ടിലാണ് ന്യൂ ബോൺ സെഷൻ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഡിസ്ട്രാക്ഷൻസും നോയ്സും ഒരുപാട് ആളുകളുടെ പ്രസൻസും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വീണ്ടും നമ്മൾ ബേബീനെ സ്ലീപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് അഗെയിൻ സെറ്റിൽ ചെയ്ത് ഷൂട്ടിലോട്ട് കടന്നു. പലപ്പോഴും ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പ്രീ പ്ലാൻ ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ബേബി ഈസ് ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക്. അപ്പം നമ്മൾ ഓരോ ഷൂട്ടിന് പോകുമ്പോഴും ആ ബേബിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസും ആക്സസറീസും പ്രോപ്സും ആയിരിക്കും നമ്മൾ ഷൂട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് തീം നമ്മൾ വളരെ മിനിമൽ ബട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ന്യൂ ബോൺ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ജനിച്ചൊരു ഫസ്റ്റ് 2 വീക്സിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മന്തിനകത്ത് എടുക്കുന്ന ഫോട്ടോസാണ്. അതൊരിക്കലും പിന്നീട് മാറ്റിവെച്ച് പിന്നീട് എടുക്കാമെന്ന് കരുതിയാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് എന്നുള്ളത് രേഖപ്പെടുത്തുന്ന ഇമേജസ് എടുക്കാൻ പറ്റുന്നത് ആ ഒരു പീരീഡിൽ മാത്രമാണ്. താടിക്കാരനും സൂസനും അവിടെ മാറി നിന്ന് ഷൂട്ടൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽപ്പുണ്ട്. രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ജേണിയിൽ ഒരു കുഞ്ഞും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ ഒരു ഏതാ ചെയ്യേണ്ടതെന്നുള്ള പൊതുവെ ന്യൂ പാരൻസിന് ഉണ്ടാവുന്ന ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ലൈഫിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേസാണ്. നമ്മൾ ആ കുഞ്ഞിൻ്റെ കണ്ണിലൂടെ ഒന്നേന്ന് വളരെ ഫ്രഷ് ആയിട്ട് ലോകത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും വളരുന്നത് ഭയങ്കര രസമുള്ളൊരു ജേണിയാണ്. ഈ സൂസമ്മയും താടിക്കാരനും താമസിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ സൈഡ് വ്യൂ ഒക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വില്ലയിലാണ് കേട്ടോ. നമ്മളൊരു ഔട്ട്ഡോർ സെഷനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയേക്കാണ്. നല്ല ചൂടുണ്ട്. താടിക്കാരനിവിടെ ഫാനൊക്കെ ബേബിക്ക് ചൂടെടുക്കും എന്നുള്ള കൺസേണോട് കൂടി ഫുൾ ടൈം ബേബിയുടെ പിന്നാലെ ഫാനും കൊണ്ടാണ് നടക്കുന്നത്. ഹെവൻലി ബേബിക്ക് ഹെവൻലി ആയിട്ടുള്ള ഒരു തീമും കൂടെ നമ്മൾ ഷൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇവരുടെ ഒരു ഫാമിലി ഷൂട്ട് ചെയ്യാൻ സമയത്ത് ഇപ്പം നമുക്കറിയാം താടിക്കാരൻ്റെ ഒരു ഐഡന്റിറ്റി ഇമേജ് എന്ന് പറയുന്നത് തന്നെ താടിയാണ്. അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ബേബി ആൻഡ് ഫാദർ ഫോട്ടോസിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രെയിമാണ് താടിക്കാരനും ബേബിയുള്ള ആ ഒരു ഫോട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴും നല്ല അപ്രീസിയേഷൻ കിട്ടിയിരുന്നു ആ ഫോട്ടോയ്ക്ക്. നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോഴേ സൂസനും താടിക്കാരനും അവർ വെരി ഹാപ്പി. അവർക്ക് ഫോട്ടോസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡിയർ സൂസൻ ആൻഡ് താടിക്കാരൻ, ആസ് എ ഫോട്ടോഗ്രാഫർ ആൻഡ് മദർ, I see the magic of new life both through my lens and in my heart. Holding little heavenly, I am reminded of the joy in every tiny breath and soft coo. Parenthood is a beautiful journey filled with wonder, love and endless firsts. Thank you for letting me be a part of this precious chapter. Wishing you a lifetime of love, laughter and cherished moments with your little miracle.